ശ്രീധൻ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്ന് 2 കൊതിയന്മാർക്ക് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. കാ വറുത്തത്. എല്ലാവരും ചിപ്സ് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ കഴിച്ചിട്ടില്ല. എല്ലാവർക്കും ചിപ്സ് ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചിപ്സ് ഉണ്ടാക്കാമെന്ന് കരുതി. അതായത് ഞങ്ങൾക്ക് ഇന്നലെ ഇവരുടെ അച്ചമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കായ വിട്ടു. അത് വാഴ ഒടിഞ്ഞ് വീഴുന്നപ്പോൾ അതിൻ്റെ കായ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കായ വറുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിപ്സ് ഉണ്ടാക്കുന്നല്ലേ? നമുക്ക് 2 പേർക്കും അറിയോ? അപ്പൊ ഇന്ന് 2 പേരും ചിപ്സ് ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് ചിപ്സ് ഉണ്ടാക്കണേലേക്ക് പോവാം. അപ്പൊ വന്നോളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. കുറച്ച് പച്ച ഏത്തങ്കായ കിട്ടിയിട്ടുണ്ട്. ഇതാണ്. അപ്പൊ നല്ല മൂത്തില്ലാന്ന് തോന്നുന്നു. കുറച്ചുകൂടെയൊക്കെ മൂക്കാനുണ്ട്. അപ്പൊ ഇത്രയെല്ലാം ഉണ്ടാക്കണോ? ഇത്രയെല്ലാം ഉണ്ടാക്കി കഴിക്കൂ 2 പേര്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ആവശ്യമുള്ളൂ. ഒരു 3-4-5 കായ എടുക്കാം. അപ്പൊ 4-5 കായ എടുത്തിട്ട് ഇനി അതിന്റെ തൊലിയൊക്കെ കളയണം അല്ലേ? തൊലി കളഞ്ഞു തരൂ. തൊലി കളഞ്ഞു തരുമോ? അപ്പൊ ഓക്കെ. അപ്പൊ ഈസി ആവും. അപ്പൊ നമുക്കിത് തൊലി കളഞ്ഞ് ചിപ്സിന് വേണ്ടി കറക്റ്റ് ചെയ്തെടുക്കാം. കട്ട് ചെയ്തൊക്കെ. അപ്പൊ നമുക്കിത് തോടൊക്കെ, ഇതിന്റെ പുറത്തുള്ള തോടൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിടണം, അതിന്റെ കറ പോകാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് എണ്ണ പാകമായിട്ടുണ്ട്. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ സാധനത്തിലോട്ട് വെച്ച് പിസ് ചെയ്തിടാം. ഓക്കെ. ചിപ്സ് നമുക്ക് ഇതിൽ വെച്ച് ഇങ്ങനെ ഇടാം. അപ്പോൾ നല്ല കട്ടി കുറഞ്ഞ് വരും. ഇതിൽ വെച്ച് ചെയ്യുമ്പോഴേ നല്ല കട്ടി കുറഞ്ഞ് ചിപ്സിൻ്റെ ആ അളവിൽ വരും. കണ്ടോ? എല്ലാം ഒരേ അളവിന് ഇതിൽ വെച്ച് ചെയ്യുമ്പോൾ ഈസിയാണ്. കയ്യിലൊക്കെ ചൂടടിക്കുന്നു. ഭയങ്കര ചൂട്. തീ കുറച്ച് വയ്ക്കട്ടെ. ചിപ്സ് ഇതുപോലെ ചെയ്തിട്ടാൽ മതി. ഒരെണ്ണം കൂടെ ഇതിൽ കിടക്കും. അപ്പോൾ ഒരെണ്ണം കൂടെ എടുക്കാം. ഒരെണ്ണം കൂടെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഇതും കൂടെ ചെയ്തിടാം ഇതിൻ്റെ കൂടെ. എനിക്കിത് സ്പീഡിനാക്കാം. എനിക്കിത് സ്പീഡിന് ചെയ്യാൻ അറിയത്തില്ല. നല്ല പ്രാക്ടീസ് ഉള്ളവർ ഇത് നല്ല സ്പീഡിനാക്കി ഇടാറുണ്ട്. പക്ഷേ എനിക്കിത് പറ്റുന്നില്ല. സ്ലോയാണ്. ഇങ്ങനെ ആക്കി എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? അല്പം മഞ്ഞപ്പൊടിയും ഉപ്പ് വെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കിയത് ഇതിലോട്ട് ഒഴിക്കുക. അതല്ലേ മഞ്ഞ കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അതേ ഉപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് അത് ഇതിലോട്ട് ഒഴിക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഒഴിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളത്തിലിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കേട്ടോ? നല്ല മഞ്ഞ കളറായിട്ടുണ്ടേ. ഇപ്പോഴല്ലേ നല്ല ഭംഗിയുള്ളൂ. അപ്പോൾ ഇതിനി കുറച്ച് നേരം, അപ്പോൾ ഇതിനി ഇതിൽ കിടന്ന് സ്മൂത്ത് വരട്ടെ. ഈ പൊട്ടൽ ആ ബബിൾസൊക്കെ മാറുമ്പോഴേ ഇത് പാകമാവത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് എണ്ണയിലിട്ട് ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്ത് വറുത്ത് കോരിയെടുക്കാം. അതെന്താന്ന് വെച്ചിട്ട്
ഇത് 2 എണ്ണം കൂടെ ഉണ്ട് അല്ലേ? നീ തൊരിച്ചോ? സിദ്ധു കൂടെ തൊരിച്ചെടുത്തതാണ്. അതിന് തോട് സിദ്ധു കളഞ്ഞതാ. അവിടെ പക്ഷേ അവിടെ വെച്ചേ. ഓക്കെ ഗൈസ്, അത് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ സിദ്ധുക്കുട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആര്യക്കുട്ടന് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നു. അപ്പൊ ഇത് അടുത്ത് ആര് കട്ട് ചെയ്തിടുമല്ലോ അല്ലേ? പീസ് ചെയ്ത് പറ്റുമോ? ഓക്കെ. സിദ്ധുക്കുട്ടൻ മൂത്തായിരുന്നോ? ചിപ്സ് മൂത്തോ? ഇല്ല, മൂത്തില്ല, കുറച്ച്. അപ്പൊ രണ്ടുപേരും സഹായിക്കാനുള്ള ഇതിലല്ല, കഴിക്കാനുള്ള കൊതിയുടെ ഇതിലാണ് വന്നിരിക്കുന്നത്. അത് മനസ്സിലായി. അതിന്റെ മണം അടിച്ചപ്പോഴേ ഗൈസ് പെട്ടെന്ന് ഓടി വന്നായിരുന്നു സിദ്ധുക്കുട്ടനും ആദ്യക്കുട്ടനും എല്ലാം. അപ്പൊ ചായക്ക് കൂടുതലൊന്നും ചിപ്സ് കഴിച്ചുകൂടെന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. ഞങ്ങളങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കാറില്ല. ഇതിപ്പോ കായ കിട്ടിയതുകൊണ്ട്, പച്ചക്കായ കിട്ടിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ 4 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി കുറച്ച് വറുത്ത് വയ്ക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നത്. എന്തായി? ഇത് എണ്ണ നേരത്തെ വിടരുതേ, നോക്കി. ഇനി ഇതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒത്തിരി ലാഭമാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത്. കടയിൽ നിന്ന് ഒരു കവർ ചിപ്സ് ഒക്കെ നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും, നല്ല വിലയാണ്. പക്ഷേ ചക്കവറ്റല് അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതെല്ലാവർക്കും അറിയാമല്ലോ. വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ലാഭം. ചിപ്സൊക്കെ ഒരു 2 കായ എടുക്കുമ്പോൾ ഒരു നല്ലൊരു കവർ, വലിയൊരു കവർ നിറച്ച് കിട്ടും. അതൊക്കെ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ല വിലയാവും. നമുക്ക് പോകാൻ അതൊക്കെ കരിഞ്ഞു പോകുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ 2 കാ കട്ട് ചെയ്ത് പീസ് ചെയ്തിട്ടിരുന്നു. അത് ഓക്കെ ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം, എണ്ണയിൽ നിന്ന് കോരി എടുക്കാം, അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോകും. എന്താ ബബിൾസ് ഒക്കെ മാറി, ഇത് ബബിൾസ് മാറുമ്പോഴാണ് കോരി എടുക്കേണ്ടത്. കണ്ടോ, ബബിൾസ് ഒക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്, ഏകദേശം പാകമായി. അപ്പോൾ നമുക്കിതിനി കോരി എടുക്കാം. പേപ്പറിൽ എണ്ണ പിടിക്കാൻ വേണ്ടി പേപ്പറിലോട്ട് ഇടാം മതി. അയ്യോ, ഇനി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. കരിഞ്ഞാണോ? ഇല്ലല്ല, കരിഞ്ഞൊന്നുമില്ല. അടുത്തത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലായിട്ട് 2 കായുടെ വറുത്ത് കോരിയിട്ടുണ്ട്, അത് മൂത്തിട്ടുണ്ട്. ഇനി അടുത്ത് 2 കായുടെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ്. അപ്പോൾ അത് നമുക്ക് ഇടാം. അങ്ങനെ ഞങ്ങൾ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 കാ, ചെറിയ കായാണ്. അപ്പോൾ ചെറിയ കായിൽ നിന്ന് ഇത്രയും ചിപ്സ് നമുക്ക് കിട്ടി. ഇച്ചിരി കൂടെ മൂത്ത കായായിരുന്നെങ്കിൽ കുറേ കൂടെ വലുതായിട്ട് കിട്ടുമായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അത്ര മൂത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിക്കാം. കൊള്ളാമെന്ന് നോക്കിയേ. മമ്മി ഉണ്ടാക്കിയ ചിപ്സ് നമുക്ക് ചായക്ക് കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ, ഈസിയാ. ആ സാധനത്തിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേ നല്ല ഈസിയാണ്. കുറച്ച് ടൈം എടുക്കുള്ളൂ. വെറുതെയാണ് കടയിലൊക്കെ കൊണ്ട് ക്യാഷ് കൊടുത്ത് നമ്മൾ ചിപ്സൊക്കെ വാങ്ങും. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. കാണാനും നല്ല ഭംഗിയല്ലേ? നല്ല കട്ടി കുറഞ്ഞ് തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ സാധനത്തിൽ വെച്ച് കട്ട് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ബൈ ബൈ.